MyG presents Tamasha Bazaar, powered by Jipro Amazing Ceiling Designs. ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ഇവിടെ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? ഞാൻ 1 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നിങ്ങൾക്ക് വല്ലതും പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്തോണം. അങ്ങോട്ട് വാ. മേഡം, ഇവിടെ അകത്ത് പണി എടുക്കുമ്പോ ഇവിടെ തുള്ളി കൊണ്ട് നിൽക്കണോ? അല്ല, ഈ കുട്ടി നമ്മുടെ കൂട്ടത്തിലുള്ളതാണോ? ആ കുട്ടി നിങ്ങളുടെ കുട്ടിയല്ലേ, ഈ കുട്ടി എന്റെ കുട്ടിയാണ്. കുട്ടിക്ക് ഇത്ര വലിയ കുട്ടിയോ? ഇത് അങ്ങനത്തെ കുട്ടി അല്ല. ഇത് പിന്നെ ഇത് എന്താ കടയിൽ പണി ചെയ്യാതെ ഇവിടെ തുള്ളി കൊണ്ട് നിൽക്കണേ? അല്ല, കൊഞ്ചിന്നലെ കേട്ട ആരായാലും തുള്ളി പോകും മേഡം. ആ തുള്ളിക്ക എന്റെ ഭാര്യക്കുന്ന കേട്ട റമോ തള്ളി പോകും, ഞാൻ പറഞ്ഞേക്കാം. അല്ല, പിള്ളേർ ഇവിടെ ഉണ്ടാവണ ഞാൻ ശരിയല്ലോ, ഈ പിള്ളേര് കൊള്ള. ഇത് നമ്മുടെ പിള്ളേരല്ലേ? കറിപ്പെടാത്ത എന്തെങ്കിലും കിട്ടിയ ഓർഡറെ. അല്ല, ഈ പിള്ളേർ കൊള്ളാലോ. ഇവരേതാ ഡാൻസ് ട്രൂപ്പ്? അയ്യോ, ഞങ്ങള് ഡാൻസ് ട്രൂപ്പ് അല്ല. ഞാനേ പ്രൊഫസറാണ്. ഞങ്ങള് കോളേജ് ടൂർ വന്നതാണ്. അപ്പൊ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് കേറിയതാണ്. ഓ, ഈ പിള്ളേരെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ, എന്താ? ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോകും. ആഹാ, സിമ്പിൾ അല്ലേ? അങ്ങോട്ട് വിളിച്ചാൽ മതിയല്ലോ, അപ്പൊ ഇങ്ങോട്ട് വരുമല്ലോ. അതെ കുട്ടി, കോമഡി പറയുന്നത് മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ളതായിരിക്കണം, അല്ലാതെ ഇയാൾക്ക് സ്വയം ചിരിക്കാനുള്ളതല്ല. അല്ല, കോമഡിക്ക് എന്തായിരുന്നു കുഴപ്പം? സൂപ്പർ ആയിരുന്നു. ജെനി, എന്താ ഇവിടെ ഒരു പ്രശ്നം? അല്ല, ഇവിടെ പ്രശ്നമൊന്നുമില്ല ബേബിച്ച. ഇത് കോളേജിൽ നിന്ന് ടൂർ വന്നേക്കുന്ന പിള്ളേരാ. ഇത് അവരുടെ ടീച്ചർ പറയുന്നത് ഈ പിള്ളേര് ഭയങ്കര കുഴപ്പക്കാരാണെന്ന്. എന്താ ടീച്ചർ ഇത്? കുട്ടികളെന്ന് പറഞ്ഞാല് അവര് ആർത്തുല്ലസിച്ച് കളിക്കേണ്ട ഒരു കാലഘട്ടമാണ്. കോളേജിൽ പഠിക്കുമ്പോഴേ അത് കിട്ടത്തുള്ളൂ. നമ്മൾ കുട്ടികളെ എങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. ഹണി ഇവിടെ ഇല്ലേ ബേബിച്ചോ? അതെ, ദേഹത്തോടുള്ള കളിയൊന്നും വേണ്ട, കയ്യൊന്നും എടുത്തേ. അതാണ് എന്നാ മെനകെട്ട കുഞ്ഞുങ്ങളാ. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ടീച്ചർ ഇതൊക്കെ കാണാനായിട്ട് ഇറങ്ങുന്നത്. നിങ്ങളുടെ കൂടെ വേറെ അധ്യാപകരില്ലേ? വേറെ സാർമാരുണ്ട്. അവര് കുട്ടികളായിട്ട് വേറെ മോളിൽ പോയിരിക്കാം. വേറെ മോളിൽ പോയിരിക്കാം. ഇനി അവിടെ ചെല്ലുമ്പോ അറിയാം മോളുണ്ടോന്ന്. കാണിയാല മോള്. അതേത് കുഞ്ഞുങ്ങളല്ലേ ഇത്? കുട്ടികളെ നമുക്ക് പോവാം. ആയിക്കോട്ടെ. അതിന്റെ പുറകെ നമുക്ക് പോവാ. ആ പിള്ളേര് മെനകെട്ടതാണെങ്കില് ടീച്ചർ മിടിക്കല്ലേ? മിടിക്കായിട്ട് തോന്നും. ഹണി ഇവിടെ ഇല്ലല്ലേ, അതുകൊണ്ടാണ് ചെറിയൊരു ഇത്. പാപ്പച്ചോ, ഓ നീ വന്നേ. കണ്ടു കാണിയല്ലേ? ഇവരറിഞ്ഞില്ലേ? ഒരു ടീച്ചർ കുറെ പിള്ളേരെ കൊണ്ട് പോയത് കൊണ്ടോ? അയ്യോ, എങ്ങോട്ട് പോയി? എന്നെ ഉഗ്രം ടീച്ചറാന്നറിയോ? നേരെ വെള്ളിക്ക് പോയിട്ടുണ്ട്. എന്നെ ഒരു വാക്ക് വിളിച്ചു പറയരുന്നേ. ഞാൻ വന്നു. അതല്ലേ ഞാനിപ്പോ വിളിച്ചത്. എന്റെ കൂടെ കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ കൂടെ ഉള്ളൂ. ഇവിടെ ഒരു കിടിലൻ ടീച്ചർ വന്നിരുന്നു. വെള്ളിക്ക് പോയിട്ടുണ്ട്. വരും പിള്ളേരുമായിട്ട് പോയിട്ടുണ്ട്. ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടോ? ഒരു കരിഞ്ഞ മണം. നല്ല സ്മെല്ലുണ്ട്. അയ്യോ, എന്നിട്ട് നിങ്ങൾ ടീച്ചർ എന്തേ? തീ കണ്ടതും ടീച്ചറായിട്ട് ഞങ്ങളോടി. ഇങ്ങോട്ട് പൊളിച്ചോട്ടു. എന്താ ചെയ്യണ്ടേ? അയ്യോ, അതെ, നിങ്ങള് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യേ. ഫയർഫോഴ്സിനെ വിളിക്കാം. വേഗം വിളിക്ക്. ഫയർഫോഴ്സ്. ആ ഉണ്ട്.
എന്താ കിട്ടിയില്ലേ? മിസ് കോൾ അടിച്ചിട്ടുണ്ട്. അവര് തിരിച്ചു വിളിക്കാം. അന്നേരം നമുക്ക് കാര്യം പറയാം. ഈ മാൾ എന്റെ ജീവനാ. എനിക്ക് അണയ്ക്കാൻ തീ അണച്ചോളാം. അയ്യോ എന്റെ ഹണിയെ കാണുന്നില്ല. ദൈവമേ. എന്റെ ഹണിമോളെ കാണുന്നില്ല. അയ്യോ ഹണിയേ. ബേബിച്ച, ഇനി ആ തീയിൽപ്പെട്ട് എന്തെങ്കിലും പറ്റിപ്പോയിട്ടാ എനിക്ക്. അയ്യോ ഹണിമോളെ. വേഗം വിളിക്ക്. എനിക്ക് വയ്യ. ഇതിപ്പോ എന്ത് ചെയ്യും? ആരെയാ വിളിക്കുന്നത്? ഞാൻ വിളിക്കാം ഫയർഫോഴ്സിനോട്. ഫയർഫോഴ്സിനെ ആണെങ്കിലേ ഇപ്പൊ വിളിക്കണ്ട. അവൾ ഇച്ചിരി നേരം നിന്നൊന്ന് കത്തട്ടെ എന്നിട്ട് വിളിച്ചാ മതി. എന്തൊരു മനുഷ്യനാ. അയ്യോ ഫയർഫോഴ്സിനെ വിളിച്ചത് കിട്ടല്ല. കിട്ടുന്നില്ലേ? ഇല്ല. അയ്യോ ഒന്നും കൂടെ ട്രൈ ചെയ്യണ്ട പാപ്പിച്ച. ഹണിയേ. എന്തൊക്കെ പറഞ്ഞാലും എന്റെ റെമോയ്ക്ക് മാത്രം ആത്മാർത്ഥതയുള്ളൂ. എന്തായി കാണിക്കണത്? ഇത് വിളക്കൂതി അണയ്ക്കാനല്ല പോകുന്നത്. മാളിന് തീ പിടിച്ച് അത് കെടുത്താനായിട്ട് എന്നാ ഒരു മരക്കരങ്ങനാണോ? എടാ, നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കാണോ? ഞാൻ ഒരിക്കലും അങ്ങനെ അഭിനയിക്കില്ല. റിയൽ മാൻ. അപ്പൊ ഫിക്സ് ചെയ്ത് ഒരു പടി. നമുക്ക് ഒന്നുകൂടെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കാം. പോലീസ് സ്റ്റേഷനിലേക്ക് ഫയർഫോഴ്സിനെ വിളിച്ചത് കിട്ടല്ല. വിളിക്ക്. എന്റെ ബാലൻസ് ഇല്ലാത്തോണ്ടല്ലേ ഞാൻ വിളിച്ചത്. ഹലോ. ഹലോ. മാതൃക പോലീസ് സ്റ്റേഷൻ. സാറേ, ആ ഇവിടെ നമ്മുടെ ടൗണിലെ മാളിന് തീ പിടിച്ചു. അതിന്റെ രണ്ടാമത്തെ നിലയിലെ മൊബൈൽ ഷോപ്പ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുക. ഇപ്പൊ വിളിച്ച എങ്ങോട്ടാണെന്ന് അറിയാമോ? പോലീസ് സ്റ്റേഷനിലേക്കാണ്. തീ കത്തി എങ്ങോട്ടാ വിളിക്കണ്ടേ? ഫയർഫോഴ്സിലേക്ക്. പക്ഷെ അവരെ വിളിച്ചത് കിട്ടണല്ലോ സാറേ. അല്ല, അവരെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇങ്ങോട്ടാണോ വിളിക്കേണ്ടത്? അല്ല, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യണം സാറേ? ഒന്ന് എത്രയും പെട്ടെന്ന് അവരെ ഒന്ന് വിവരം അറിയിക്കണം. അതെ, ഞാനിപ്പോ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ ഒന്ന് സഹായിക്കാം. ലോക തോൽവിയാ. ഞാന് വേണമെങ്കിൽ നമ്മളെ പരിചയമുള്ള ടീമുകളാണല്ലോ ഫയർഫോഴ്സുകാര്. ഉവ്വ. അപ്പൊ ഞാൻ വിളിച്ചു പറയും. വിളിച്ചു പറഞ്ഞ അവര് വണ്ടിയും സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് മാളിൽ വരും ഇത് അണയ്ക്കാനായിട്ട്. ഓക്കെ. അവരിത് വരുന്ന മുറയ്ക്ക് നിങ്ങൾ കയറി ആവേശം മൂത്ത് ആ തീ അണച്ചു കളയരുത്. ഇല്ല ഇല്ല കേട്ടോ? അവർക്ക് ഈഗോ അടിക്കും. ഈഗോ ടീമുകളാവര് ഓക്കെ ഓക്കെ ഫയർഫോഴ്സുകാര്. സാർ എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്ന് പരിചയം വെച്ചിട്ട് പിന്നെ വിളിച്ചാ വരത്തില്ല അവര്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ശരി സാറേ. ഓക്കെ. എന്തായി പാപ്പിച്ച? എനിക്ക് തോന്നുന്നത് പോലീസ് സ്റ്റേഷൻ അല്ലെന്നോണ്. ആ? ഈ കാർഷിക വികസന പരസ്യം പറയൂലേ, അയാളെ കണ്ടുകൊണ്ട് ഫോൺ എടുത്തെന്നോണം. വിളിച്ചിട്ടാണ് നിർത്തണില്ല പണ്ടാണ് പറയാന്ന് പറഞ്ഞിട്ട് കാര്യങ്ങള്. ഹണി, എന്റെ ഹണി. എന്റെ ഭാര്യ അത്. സോറി, ഇയാളുടെ ഹണി. ഹണിയേ. നിങ്ങളൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നത്? മാളിന് തീ പിടിച്ചു. ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെടാം. ജസ്റ്റ് മിസ്സിങ്. അതെ, തീ എന്റെ അടുത്തേക്ക് വന്നത് എന്റെ ഭാഗ്യത്തിന് അങ്ങ് അണഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. തീ നിന്നെ കണ്ട് പേടിച്ച് ആത്മഹത്യ ചെയ്തതായിരിക്കും. സ്ഥാനത്ത് കയറുന്നു കോമഡി പറയാതെ. അല്ലടി, ഒരു ആഗ്രഹം പറഞ്ഞു പോയതാ. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അതെ, റെമോ വരുന്നെന്ന്. എടോ, തീ കത്തുന്ന സമയത്താണ് കക്കൂസി പോകുന്നത്. കക്കൂസി പോകാനാണോ? പിന്നെ ഈ മണ്ണ് കളഞ്ഞിട്ട് വെള്ളം കോരി ഒഴിക്കാൻ വേണ്ടി പോവാ. അയ്യോ, ഈ മണ്ണാണ് ഞാൻ സമ്മതിക്കൂല. ഇത് തീ ശരീരത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ മണ്ണി കിടന്ന് ഉരുണ്ടാ പോകുന്നതാണ്. അതിന് വേണ്ടിട്ട് എടുത്തു വെച്ചേക്കുന്ന മണ്ണാണ്. ഇത് എടുക്കാൻ ഞാൻ സമ്മതിക്കൂല. അപ്പൊ മേഡം ഒരു സംശയം, ദേഹത്ത് തീ പിടിച്ചാല് ഇതിനകത്ത് എങ്ങനെ കിടന്ന് ഉരുളും? ഈ തൊട്ടി കൊണ്ടൊന്നും പോകണ്ട. പിന്നെ അടുത്ത് ആ തീ കത്ത ഇടേണ്ടത്. എന്നെ പറ്റി പോ അങ്ങോട്ട്. എല്ലാം വേണേ കട്ട ഇറക്കനാണോ? ഞാൻ പറഞ്ഞു. എത്തി ടയറും മക്കച്ചൊക്കെ ഉണ്ട്. അവിടെ നോക്ക്, ഇവിടെ നോക്ക്. എന്തിനാ ഇവിടെ നിന്ന് വലിക്കല്ലേ പോലീസ് പിടിക്കും. അതിന്റെ കാര്യല്ലേ ചോദിച്ചത്. തീ എവിടെയാ? തീ എവിടെയാ? മൊബൈൽ ഷോപ്പില് മൊബൈൽ പെട്ടെന്ന് ഞാൻ തന്നെ അണച്ചു തരാം. അതെ, നിങ്ങൾ തീ അണയ്ക്കാൻ വന്നാണോ അതോ ആളി കത്തിക്കാൻ വന്നാണോ? മനസ്സിലായില്ല. ഈ ശ്വാസം എല്ലാം കൂടെ അങ്ങോട്ട് ഒന്ന് കുതി കഴിഞ്ഞാൽ തീ ആളി കത്തിയേലേ. പടം പെട്ടെന്ന് വേണം. നമ്മൾ എല്ലാ കാര്യങ്ങളും പടപെട്ടെന്ന് ചെയ്തു തീർക്കണം. ഇയാളെന്താ ഇങ്ങനെയാണെന്ന് കാണിക്കണത്? അതെ, എനിക്ക് ഇടയ്ക്ക് ചേട്ടാ വയ്യാന്ന് വീട്ടിലിരുന്നാ പോരെ. എന്തിനാ ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നത്? 4-5 മക്കളുള്ളതാണ്. പുള്ളി വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചതഞ്ഞു കൊടുക്കും. എത്ര മക്കളാ? 5 മക്കള്. നല്ല വലിവാണല്ലോ. അയ്യോ എന്റെ ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ വലിച്ചു കയറ്റിക്കൊണ്ട് നിൽക്കാതെ എന്തേലും ഒന്ന് ചെയ്യോ? ഉണ്ടോ? എപ്പോഴും ഒന്നുമില്ല. കാശില്ലാത്തപ്പോ ഓസ് അടിക്കുന്നുള്ളതേ ഉള്ളൂ. ഇന്നലെ ഇവന്റെ ഓസ് അടിക്കുമായിരുന്നു. അല്ലടാ, കുടുംബക്കാരി ഇവിടെ പറയില്ലേ? കുടുംബക്കാരി ഇവിടെ വേണ്ടി പോലും. അതല്ലെന്ന് എത്രയും പെട്ടെന്ന് ഓസ് എടുത്ത് അടിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാൻ ഓസടി ഓസെന്തിയെ ഓസടിക്കായി ഓസടിക്കായി പൊട്ടാ ഓസടിക്കായി. നീ എന്താ ചെവിക്കാത്ത പഞ്ഞിയും തിരികെ വെച്ചോണ്ടിരിക്കുന്നത്? ഇത് നമ്മളെ വണ്ടിയില്ലേ, വണ്ടിക്ക് ഭയങ്കര അരോചക ശബ്ദം എഞ്ചിന്റെ. ഇതങ്ങ് പോട്ടെന്ന് വെക്കാം. അത് പോരായിട്ട് ഫ്രണ്ടിൽ ഒരു അലാറം, അത് പോരായിട്ട് രണ്ടാമന്മാര് ബാക്കിൽ നിന്ന് മണി അടിക്കുന്നത്. ഇതെല്ലാം കൂടെ എനിക്ക് തല വരിക്കുന്നത്. ഞാൻ പഞ്ഞി വെച്ചോണ്ട്. അയ്യോ, അത് ശരിയാണ് കേട്ടോ. നിങ്ങളുടെ വണ്ടിയുടെ ആ മണി ഈ ശബ്ദം ഉണ്ടല്ലോ, അത് ഭയങ്കര വൃത്തികേടാണ്. അതെന്തിനാണത്? അതെന്തിനാണെന്നോ, ഈ ലോക തീപിടുത്തം വരുമ്പോ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് കത്തിച്ച് വിടും. ആ സമയത്ത് ഇവരിരുന്ന് വണ്ടി ഓടിക്കും, ഇവരിരുന്ന് അലാറത്തെ പിടിച്ച് ഞെക്കും. വേറെ രണ്ടാമന്മാരുണ്ട്, ഇവന്മാര് പുറകെ കിടന്ന് ഉറങ്ങും. ഇവന്മാർ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ മണി അവന്മാരുടെ കൈ കൊടുത്തേക്കുന്നത്.
എന്നാടാ നിങ്ങളുടെ മണി എവന്റെ കഴുത്തെ കെട്ടി തൂക്കിയിടണം. അതിന്റെ കാര്യത്തിന് വണ്ടി ഓടിക്കുമ്പോ ആദ്യം ഉറങ്ങണ എവനാണ്. അത് ശരി. അപ്പൊ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നല്ലേ? ദൈവത്തിന്റെ കൃപ കൊണ്ടല്ല, പിന്നെ? ആ മണി കൊണ്ട്. ആ മണിയുടെ സൗണ്ട് കേട്ട് മറ്റുള്ള വണ്ടികൾ ഒഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്റെ പൊന്നു സാറേ അതും ഇതും പറഞ്ഞോണ്ട് നിൽക്കാതെ അത് പോയി അണയ്ക്കാൻ നോക്ക്. എടാ ഓസെടുത്ത് വെള്ളം അടിക്കാതെ. വെള്ളമടി AC ഓണാക്കാനല്ല പറഞ്ഞത്, വെള്ളമടിയടാ. അയ്യോ ചെറിയൊരു കയ്യബദ്ധം പറ്റി. വെപ്രാളത്തിനിടെ പോകുന്നത് വെള്ളമില്ലാത്ത ടാങ്കർ കൊടുത്തോണ്ടാ പോകുന്നത്. പദ്ധതി പൊളിഞ്ഞ് അതാ ഞാനും ആലോചിച്ച വണ്ടി ഓടിച്ചപ്പം വണ്ടിക്ക് എന്നും ഇല്ലാത്ത ഒരു കനക്കുറവ്, പിന്നെ നല്ല പുള്ളിയും. ഞാൻ ഓർത്ത് എന്താ സംഭവം അല്ലേ? എന്തുവായാലും കൊള്ളാം, ഞാൻ കൃത്യസമയത്ത് കൊണ്ട് എത്തിച്ചല്ലോ ഞാൻ. അല്ലാലും ഇവൻ അങ്ങനെ കറക്റ്റ് സമയത്ത് എവിടെയാണെങ്കിലും കൊണ്ട് എത്തിക്കും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നേരത്തെ ഈ ഫയർഫോഴ്സിൽ ജോലി കിട്ടുന്ന നാടകവണ്ടിയുടെ ഡ്രൈവറായിരുന്നു. ഈ നമ്മൾ ഈ തീ അണയ്ക്കുന്നതിന് മുമ്പ് ഈ സാധനം എല്ലാം പഠിച്ചു കേട്ട് ഞങ്ങളെ കൊണ്ട് തിരിച്ചു പോകുന്നു. ചോദിക്കുമ്പോ പറയാ സെക്കൻഡ് പരിപാടിയുള്ള വേഗം കയറാൻ വേണ്ടിട്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് വെള്ളം കോരി ഒഴിച്ച് അണയ്ക്കാം. പൊട്ടാ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ തൊട്ടി എടുത്തോണ്ട് ആ ടാങ്കിനകത്തോണ്ട് നിറച്ചേച്ച് ഈ ട്യൂബ് വഴി വേണം നമ്മൾ തീ അണയ്ക്കാൻ വേണ്ടിട്ട്. അന്നേരം ഇതെല്ലാം കത്തി ചാമ്പലായി പോയല്ലേ സാറേ? പ്രോബ്ലം ഞങ്ങൾ ഫയർഫോഴ്സുകാരാണ്, ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ പൊന്ന് സാറേ, ഇങ്ങേരെ പോലെ മണ്ടത്തരം പറഞ്ഞോണ്ടിരിക്കാണ്ട് എങ്ങനെയെങ്കിലും പോയി ഒന്ന് അണയ്ക്കാം. ഈ കഷ്ടപ്പെട്ട് അണ്ണി കെട്ടിയത് കളിയാക്കുന്നു. അതിനെ കുറിച്ച് തള്ളിയിടും കേട്ടോ, മിണ്ടായിരിക്കാം. ഫിറോ ബക്കറ്റിനകത്ത് വെള്ളം പോലും സാറേ. ഫിറോ ബക്കറ്റ് അല്ല, അത് ഫയർ എന്ന് എഴുതിയിരിക്കുന്നത്. അയ്യോ വെള്ളം ഒഴിക്കാതെ പിന്നെ തീ എങ്ങനെ അണയ്ക്കുന്നത്? നിങ്ങൾ തീ അണച്ചോ, പക്ഷെ വെള്ളം ഒഴിച്ച് തണയ്ക്കേണ്ടത്. വെള്ളം ഒഴിക്കാതെ പിന്നെ എങ്ങനെയാണോ തീ അണയ്ക്കുന്നത്? എടോ ഈ തീ പിടിച്ചേക്കുന്നത് എന്റെ മൊബൈൽ ഷോപ്പിനാ. അപ്പൊ വെള്ളം കോരി ഒഴിക്കുക. എടോ പണ്ടാറക്കാല വില കൂടിയ മൊബൈൽ ഫോണുള്ളതാ, വെള്ളം വീണതൊക്കെ കംപ്ലൈന്റ് ആയി പോകൂലേ? എടാ ഇവന്റെ മൊബൈലുകളെ അല്ല കത്തിക്കേണ്ടത്, അവനെ കൂട്ടിയിട്ട് കത്തിക്കണം. തൊട്ടിയെടുത്ത് എറിയണം അവനിട്ട്. ഒരു കാര്യം, നിങ്ങൾ എല്ലാവരും ഇവിടെ പലരും പെട്ട് കിടക്കുമായിരിക്കും. മൂർത്ത് നില ചെന്നിട്ട് ആരെങ്കിലും പെട്ട് കിടപ്പുണ്ട് അവരെ രക്ഷിക്കും. ഓടിച്ചു അതെ സാറ് പോ. ഞാൻ പോകത്തില്ല, നീ തല ഇരിക്കുമ്പോ വാലാടുന്ന ശരിയല്ല. എനിക്ക് വലിവിന്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. അല്ല എവ പോ. നീ പോയിട്ട് ഒഴിവാ. ഇല്ല ഞാൻ വണ്ടിയോട് പോകത്തുള്ളൂ, നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം, നീ വരെ ചെന്നിട്ട് വാ. ഇല്ല അവൻ പോകില്ല, അവന്റെ ഫ്ലോറിലാണ്. എന്നാ നീ ഒന്ന് മേലോട്ട് കയറിയിട്ട് പാടാമേ. അവന് ചെവിയായിട്ട് കൂടല്ലോ. എന്നാ പണിക്കല്ലടാ നീക്ക് വന്നത്. അതെ മേളിത്ത് നിലല്ലേ ഒരു ടീച്ചർ പെട്ടി കിടക്കുന്നുണ്ട്. ടീച്ചർക്ക് എത്ര വയസ്സുണ്ട്? അതറിയാൻ പാടില്ല. ഒരു വെള്ള സാരിയിൽ ചുമന്ന ബോർഡുള്ള സാരി കൊടുത്ത ടീച്ചറാണോ? അതെ 35 വയസ്സ്. ടീച്ചറല്ലേ, ഒന്ന് രക്ഷപ്പെടുത്തട്ടെ. ഇവരെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ആ ഫയർഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കറിയാം രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്. സാറിന് വേണ്ടി ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കും. ഞാൻ പോയിട്ട് സാറ് ഈ വലിച്ചൊക്കെ ചെല്ലുമ്പോ ഈ ബിൽഡിംഗ് മൊത്തം നിന്ന് കത്ത. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയിട്ട് വരാം. കുറച്ചു നേരം പോയി വണ്ടി ഓടിക്കാം, ഞാൻ പോയി നോക്കിട്ട് വരാം. ഞാൻ പോവാം. ആരും പോട്ടാ, ഞാൻ പോവാം. അല്ല പോയി ആരെങ്കിലും ചെല്ലുന്നു. ആരെങ്കിലും ഒന്ന് പോ. ഒരു കുഴപ്പമില്ല, ഞങ്ങൾ രക്ഷപ്പെടുത്തിട്ട് ഞങ്ങൾ അടങ്ങുള്ളൂ. ഈ സ്റ്റേഷനിൽ എത്ര പേരുണ്ട് നിങ്ങളുടെ ഫയർഫോഴ്സിൽ മൊത്തം? 7 പേരോട് ഉണ്ട്. അവധിയുണ്ട്, അവർ വന്നില്ല. ഉമ്മാരെ തന്നെ സഹിക്കാൻ പറ്റണില്ല. എടാ ഇങ്ങോട്ട് ഒഴിക്കാൻ ടീച്ചറോട്ട് വരുന്നു. ഇതാണ് ടീച്ചർ. ഇതാ ഞാൻ പറഞ്ഞ ടീച്ചർ. പിടിക്കല്ലേ? ആ താങ്ക്സ്. എല്ലാം പറ്റിയായിരുന്നോ? എന്തായാലും പറ്റിയായിരുന്നു ടീച്ചർ. ഒന്നും പറ്റിയില്ല. കറങ്ങാൻ വേണ്ടി സുഭാഷ് പാർക്ക് അതെ, രക്ഷിച്ചതിന്റെ സ്ഥിതിക്ക് തലമണ്ടേ തല്ലി പൊട്ടിക്കും. ഇവിടെ തീ എടുത്താൻ വേണ്ടിയാണോ വന്നത്? അയ്യോ ഒന്ന് തിരുമിക്കാൻ. മര്യാദക്ക് തീ എടുത്തിട്ട് വീട്ടിൽ പോകാനുള്ള നീ അല്ല കിടന്ന് കാണിക്കുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ പറയണം. അതെ, അദ്ദേഹത്തെ ഒന്നും പറയരുത്, എന്നെ രക്ഷിച്ച ആളാ. പേരെന്താ? അഡ്വക്കേറ്റ് പ്രേംനന്ദൻ. അഡ്വക്കേറ്റോ? അല്ല, നീ ഫയർഫോഴ്സിലാണ്. എന്താ കുട്ടിയുടെ പേര്? ഞാൻ കുട്ടിയല്ല, ടീച്ചറാ. അയ്യോ നല്ല പേര്. പൈപ്പെടുത്തോണ്ട് അണ്ണാക്കി കുത്തി കേട്ടതാ. പൊക്കമുള്ള കെട്ടിടങ്ങളിൽ ഏണി ചാരുമ്പോൾ ഏണിയിൽ പിടിക്കാനും, പൈപ്പഴിച്ച് വിടുമ്പോൾ എൻ്റെ ടാപ്പ് തുറന്നു വിടാനും, വണ്ടി സ്പീഡിൽ പോകുമ്പോൾ സൈഡിൽ നിന്നും മണി അടിക്കാനും എനിക്കൊരു പെണ്ണിന് വേണം. ഇഷ്ടമാണെങ്കിൽ കൂടെ കൂടിക്കോ. കൂടെ പോരെന്ന് തോന്നും.
ഞാനീ കിടന്ന് മണി അടിക്കുന്ന പോരാഞ്ഞിട്ട് ഇനി അവിടെ കിളികിളി എന്നുള്ള ഒറ്റ കേട്ടാലേ നിനക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും സന്തോഷമായി. നിങ്ങൾ വന്ന് തീ അണയ്ക്കുകയും ചെയ്തു. അതെ, ആട്ടി കിട്ടി. ഇനി പോകാമല്ലോ. ആവതുള്ള ആരെങ്കിലും പറ. അത് ഞങ്ങൾ അങ്ങനെ പോകുമെന്ന് വിചാരിക്കണ്ട. ഈ മാളിൽ ഒരുപാട് സിനിമാടന്മാരും സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഇവിടുത്തെ ഈ ഫയറിന്റെ കാര്യങ്ങൾ സേഫ്റ്റി ഒന്നും ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾ കറങ്ങി അടിച്ച് ഇനിയും വരും കേട്ടോ. ഞങ്ങൾ അങ്ങനെ പോകുന്നൊന്നും ആരും വിചാരിക്കണ്ട. വിളിക്കുമ്പോ വന്നാ മതി. ഇന്ന് പോകട്ടെ. വെള്ളം ഇല്ലാത്ത ദിവസം എടുത്തോണ്ട് പോകും. അയ്യോ, പൊട്ടന്മാരാണേലും എന്തായാലും കൃത്യസമയത്തായിട്ടോ വന്ന് ഈ തീയൊക്കെ അണച്ചത്. നമ്മുടെ ഗസ്റ്റ് വരാനുള്ള സമയമായിന്നേ. അപ്പൊ ഇന്നത്തെ ഗസ്റ്റ് ആരാ? ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മലയാള സിനിമയിലേക്ക് വന്ന് മലയാള സിനിമയിൽ വളർന്ന് ഇപ്പോ യുവതാരങ്ങൾക്കിടയിൽ തിളങ്ങുന്ന താരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഗണപതി. വന്നിച്ചേരും കൊണ്ടേ മോഹിപ്പിക്കും പെണ്ണാണേ, മണിപാനത്താരം പെണ്ണിൻ മെയ്യിൽ നിന്നാണേ. കാത്തിരിക്കും നേരം വന്നെ ചിഹ്നം ഇല്ലാല. ഗണപതി, തമാശ ബസാറിലേക്ക് സ്വാഗതം. സൂപ്പർ ഡാൻസ് ആയിരുന്നു. നല്ല ഭാവിയുണ്ടോ? ഞങ്ങളുടെ ഇവിടുത്തെ ആസ്ഥാന നർത്തകനാകട്ടോ. എന്റെ പേര് റമോ. അപ്പൊ പിന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞങ്ങൾ കടയിലേക്ക് അങ്ങ് പോവാ. ഓക്കെ എന്നാ. അപ്പൊ ശരി. ആയിക്കോട്ടെ, സന്തോഷം. ഗണപതി, പറഞ്ഞു വരികയാണെങ്കിൽ മലയാള സിനിമയുടെ മടിത്തട്ടിൽ കിടന്ന് വളർന്നു വന്ന ഒരു കുട്ടിയാണിത്. ഇവന്റെ ഫേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയായിരിക്കുമ്പോ തൊട്ടേ എത്രയോ സിനിമകളിൽ വളരെ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ വന്ന ആളാണ്. എത്ര വയസ്സിലാണ് ശരിക്കും സിനിമയിലേക്ക് എൻട്രി? ബിഫോർ ദ റെയിൻസ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്. ആ തുടക്കം തന്നെ ഹോളിവുഡിലായിരുന്നു. എന്റെ ഭഗവാനേ, അവിടുന്ന് പിന്നെ എവിടെ ചെന്ന് നിൽക്കുമെന്ന് തുടങ്ങിയത് ഹോളിവുഡിലായിരുന്നു. അപ്പോ അതായിരുന്നു ആദ്യത്തെ മൂവി. അപ്പൊ അതിനുശേഷമാണ് വിനോദയാത്ര ഞാൻ ചെയ്യുന്നത്. ഒരു ദിവസം നമ്മളിങ്ങനെ സ്പോർട്സ് ലോട്ടറിയുടെ ലാലേട്ടന്റെ കൂടെ ഒരു സ്പോർട്സ് ലോട്ടറി 5ാം ക്ലാസ്സിൽ ഇവിടെ എറണാകുളത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഗവൺമെന്റ് സ്പോർട്സ് ലോട്ടറിയുടെ പരസ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എസ് കുമാർ സാർ പറഞ്ഞു, സത്യേട്ടനെ പോയി ഒന്ന് കാണാന്ന് പറഞ്ഞു. അങ്ങനെ നേരെ സത്യേട്ടനെ പോയി കാണുമ്പോഴത്തേക്ക് സത്യേട്ടൻ വേറെ ഒന്നും മറ്റേ സ്ക്രീൻ ടെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓടാൻ അറിയാവോ, സൈക്കിൾ ഓടിക്കാൻ അറിയാവോ, നീന്താൻ അറിയാവോ. ഞാൻ പറയും ഇത് 3 അറിയാം. എന്നാൽ നീ ഫിക്സ്. അങ്ങനെ വിനോദയാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിലാണ്. അങ്ങനെയാണ് സിനിമയിലേക്ക് എൻട്രി വരുന്നത്. ആഗ്രഹം ഉണ്ടായിരുന്നു ഇതാണ് എന്റെ ഫീൽഡ്, അല്ലെങ്കിൽ അതോ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ആ ചെറുപ്പത്തിലെ എനിക്ക് ഇതാണ് എന്റെ ഫീൽഡ് എന്നുള്ളത്. കാരണം വിനോദയാത്ര ചെയ്യുമ്പോൾ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. അതൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ക്യാമറ ഒന്നും അറിയില്ല. പിന്നെ അങ്ങനത്തെ ഒരു ആംബിയൻസ് ആയിരുന്നു. സത്യൻ സാറിന്റെ ഒരു ഫാമിലി മൂഡായിരുന്നു. എസ് കുമാർ സാർ, ദിലീപ് ഏട്ടൻ. അപ്പൊ ഇത് പ്രാഞ്ചിണ്ണൊക്കെ എത്തിയപ്പോഴാണ് നമ്മുടെ ഒരു ക്യാമറയുടെ മുമ്പിലാണല്ലോ എനിക്ക്. ഞാൻ അതിലേക്കാണ് വന്നത്. അപ്പൊ പ്രാഞ്ചിയേട്ടനിലെ ക്യാരക്ടറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മറക്കാൻ പറ്റില്ല. ഭയങ്കര അത്രയും പൊട്ടൻഷ്യലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അതെങ്ങനെ അവിടേക്ക് എത്തി, അത് കമ്മിറ്റ് ചെയ്യാൻ കാണിച്ച ഒരു ഗട്ട്സ്, മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ക്യാരക്ടറാണത്. വിനോദയാത്ര കണ്ടിട്ട് ആ ഒരു ഇതിലാണ് രഞ്ജിത്ത് സാർ പറയുന്നത്, പോളി നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ ആ പടം സ്റ്റാർട്ട് ചെയ്ത്. അപ്പം പിന്നെ ഞാൻ ടെൻഷൻ തുടങ്ങിയത്. മമ്മൂക്ക, വേണു സാർ ക്യാമറ, രഞ്ജിത്ത് സാർ ഇപ്പുറത്ത്. അത് ഭയങ്കര നല്ലൊരു സ്കൂളായിരുന്നു ശരിക്കും. ലൈക്ക് പുതിയ എക്സ്പോഷർ അല്ലെങ്കിൽ പുതിയ പെർസ്പെക്റ്റീവ് ഉണ്ടാക്കിയ ഒരു സെറ്റായിരുന്നു ആക്ടിങ് ഫീൽഡിനോട്. അപ്പം പിന്നെ ക്യാമറയുടെ ബാക്കിലുള്ള ഒരുപാട് ആൾക്കാരെയും മുമ്പിലുള്ള ഒരുപാട് ആൾക്കാരെയും പരിചയപ്പെടാൻ പറ്റി. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയാണ് പ്രാഞ്ചിയേട്ടൻ ഫസ്റ്റ് ടൈം മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് നിന്ന് ഷോട്ട് എടുക്കുന്ന ആ ഒരു ഫീലിംഗ് അതെങ്ങനെ ഉണ്ടായിരുന്നു? സംഭവം ബേസിക്കലി മമ്മൂക്ക ആദ്യം കൂൾ ഡൗൺ ആക്കിയത് ആദ്യം വന്നപ്പോൾ തന്നെ. കാരണം വെച്ചാൽ ഈ അച്ഛൻ അസോസിയേറ്റ് ഡയറക്ടറാണ്. ടി വി ചന്ദ്രൻ സാറിൻ്റെ, സതീഷ് പൊതുവാൾ എന്നാണ് പേര്, പുള്ളി സ്ക്രിപ്റ്റ് റൈറ്ററുമാണ്. അപ്പോൾ ഡാനി പന്തമാട ഇതൊക്കെ അച്ഛന് കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ തന്നെ വന്ന് സംസാരിച്ചു. ആ ഒരു കൂൾ ഡൗൺ ഉണ്ടായിരുന്നു. പകുതി കഴിഞ്ഞ് ക്ലൈമാക്സ് ഒക്കെ ആയപ്പോൾ ചെറിയ ചീത്ത വിളിയൊക്കെ കിട്ടും. പക്ഷെ അങ്ങനെ ചിലർ ഇങ്ങനെ ചെയ്യണം.
അപ്പൊ അത് പഠിപ്പിക്കുക, അതാണ് പറഞ്ഞത്, ഒരു അത് സ്കൂളായിരുന്നു. ഭയങ്കര സ്കൂളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര പടം ചെയ്തു എല്ലാം കൂടി ടോട്ടൽ? 25 മുകളിൽ ചെയ്തു. 25 മുകളിൽ ചെയ്തു. 5 വയസ്സ് തുടങ്ങിയതാണ് അല്ലേ? 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. ഇപ്പോ ഒരു പടം ചൂസ് ചെയ്യുമ്പോ എത്രത്തോളം എന്തൊക്കെയാണ് അതിന്റെ എലിമെന്റ്സ് നോക്കുന്നത്? ലൈക്ക് സ്റ്റോറി, ക്യാരക്ടർ, അതോ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബേസിൽ വരുന്ന സിനിമകൾ ചെയ്യുന്നു? എങ്ങനെയാണ്? വാട്ട് ഇസ് ദ സ്ട്രാറ്റജി? അത് ബേസിക്കലി എല്ലാത്തിലും കഥ ചോദിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്യാരക്ടറേക്കാളും ഇമ്പോർട്ടൻസ് ഞാൻ മൊത്തം ഓവറോൾ മൂവിയിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ക്യാരക്ടർ ലൈക്ക് നമ്മൾ മുമ്പേ ചെയ്തു പോയതാണെങ്കിൽ, യൂസ്ഡ് ആണെങ്കിൽ ലൈക്ക് ഇപ്പം എടുക്കുന്നതിൽ കാര്യമില്ല. അപ്പം എന്ന് വെച്ചിട്ട് എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്ന റോള് തരണമെന്നില്ല. ലാൽ സാറിന്റെ ഫാമിലിയിലെ എന്ത് ഫംഗ്ഷൻ, അവിടെ എന്തുണ്ടെങ്കിലും അവിടെ ഈ മുഖം എന്തായാലും പതിഞ്ഞിരിക്കും. അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ അത് ആദ്യം ബാലു വഴിയാണ് എനിക്ക് ആ ഒരു സൗഹൃദം വരുന്നത്. ബാലുച്ചേട്ടൻ ലൈക്ക് ഞാൻ 4 പടങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ബാലുച്ചേട്ടൻ എൻ്റെ ഓൺ ബ്രദറിനെ പോലെയാണ്. അതിപ്പോൾ നമ്മുടെ ഒരു ഗ്യാങ് നടക്കാൻ ആസിക, ബാലു, ജീൻ ചേട്ടൻ, അങ്ങനെയാണ്. പക്ഷെ ലാൽ സാറിന് മുമ്പ് കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ ആ ഫാമിലി. പിന്നെ എനിക്ക് ഏറ്റവും അസൂയ തോന്നുന്നു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നൊരു ഫാമിലിയാണ് ലാലങ്ങളുടെ ഫാമിലി. എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഫാമിലിയുടെ ഒരു പാട്ടാവുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഞാൻ ലൈക്ക് എപ്പോഴും ലാലങ്ങളുടെ കൂടെ. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ലാലങ്ങളും ഞാനും ബാലും കൂടെ ഒരു പടം ചെയ്തു. ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് വള്ളിക്കൂടിലെ വെള്ളക്കാരൻ എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പോയി പടം. അവരുടെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരുപാട് സന്തോഷിക്കുന്ന ഒരു, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു പാട്ടാവുക എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഒരു പോസിറ്റിവിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് തുടങ്ങി, പിന്നെ കുറെ ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. എപ്പോഴാണ് ഇനി ഒരു മെയിൻ ലീഡിലേക്ക് വരാൻ ഞങ്ങൾക്കൊക്കെ കാണാനുള്ള ഭാഗ്യം? എപ്പോഴാണത്? ഉടനെ എങ്ങാനും ഉണ്ടോ? ഇല്ല, മെയിൻ ലീഡ് ഇപ്പം ഒന്ന് ചെയ്തത് ബാലു ഞാനും ഉണ്ടായിരുന്നു, വള്ളിക്കുട്ടിലെ വെള്ളക്കാരനാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ചെയ്യാൻ ലൈക്ക് ആഗ്രഹിക്കുന്നത്, ഇപ്പൊ അത് കഴിഞ്ഞ് റിലീസാകാൻ പോകുന്നത് ജിത്തു ജോസഫ് സാറിന്റെ മൂവിയാണ്. അതിൽ ത്രൂ ഔട്ടുള്ള ഒരു ക്യാരക്ടർ റോളാണ് ആസിഫ് എന്ന് പറഞ്ഞിട്ട്. മിസ്റ്റർ ആൻഡ് മിസ് റൗഡി എന്നാണ് സിനിമയുടെ പേര്. ഫെബ്രുവരി 22 റിലീസാണ് പടം. അത് കഴിഞ്ഞ് എൻ്റെ ബ്രദർ ഉണ്ട്, ഓൺ ബ്രദർ, രാജീവേട്ടൻ്റെ അസിസ്റ്റൻ്റാണ്. കെ യു മോഹൻ സാറിൻ്റെ ഇവിടെ അസിസ്റ്റൻ്റാണ്, ജയരാജ് സാറിൻ്റെ ഇവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ്റെ കാക്ക എന്ന് പറഞ്ഞൊരു ചിത്രം ഞാൻ സെൻട്രൽ ക്യാരക്ടറായിട്ട് വരുന്നത്. കാക്ക അത് വളരെ വ്യത്യസ്തമായ ഒരു പേരാണ്, കാക്ക. ഞാൻ ആക്ച്വലി നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. കുറച്ച് ടൈമിംഗ് മിസ്സായിട്ടാണ് നീ വന്നത്. നീ വരുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ഇവിടെ മുകളിലത്തെ ഒരു ഷോപ്പിൽ തീ പിടിച്ചിട്ട് ഇവിടെ ഭയങ്കര പുകയും ആകെ മൊത്തം പ്രശ്നമായിരുന്നു. പക്ഷെ സമയത്തിന് നമ്മുടെ ഫയർ സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ വന്ന് അതെല്ലാം ഇപ്പൊ സെറ്റിൽ ആക്കിയിട്ടുണ്ട്. അവരാ ചേട്ടാ വെള്ളം വേണം. കറക്റ്റ് സമയത്ത് ഞാനും ഫയർഫോഴ്സിൽ എൻ്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്നോണ്ട് ഇവിടെ എല്ലാം തീ ഒന്നും നശിപ്പിക്കാതെ എല്ലാം ഞങ്ങൾ കെടുത്തിട്ടുണ്ട്. എനിക്ക് മേലെന്ന് പറഞ്ഞ കാര്യമില്ല. പക്ഷെ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് കാര്യം പറഞ്ഞാലും വളരെ കൃത്യമായിട്ട് ഒരു പുലിക്കുട്ടി എനിക്ക് അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പക്ക സ്പീഡാ ആണല്ലേ? രതീഷ്, രതീഷ് ക്ലാസ്, രതീഷ്. അയ്യോ, ഇയാളാണോ സ്പീഡിൽ പണിയെടുക്കുന്ന ആള്? എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡാണ്. ഇയാളാ? ചേട്ടാ ഈ വയറൊക്കെ വെച്ചിട്ടാണ് ഈ ചൊണക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി നടന്ന് പണിയെടുക്കുന്നത്? എന്നെ അങ്ങനെ കളിയാക്കരുത്. കാരണം ഫയർ സ്റ്റേഷനിലെ സഞ്ചരിക്കുന്ന ഫയർ സ്റ്റേഷൻ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. അതായത് ഈ അടിയന്തര ഘട്ടങ്ങളിൽ, അതായത് ഈ മുടുക്ക് വഴിയൊക്കെ നമ്മൾ ഈ വണ്ടി കയറി പോകില്ല. ആ സമയത്ത് ഞാനൊരു 10 ലിറ്റർ വെള്ളം കുടിക്കും, തീ തുപ്പി അണക്കും. അങ്ങനെ ഒരുപാട് അവാർഡ് ഫയർഫോഴ്സിന്റെ കയ്യിൽ. ഞങ്ങളെല്ലാവരും ഫയർഫോഴ്സിൽ അറിയപ്പെടുന്നത് ഫയർഫോഴ്സിന്റെ വാട്ടർ ടാങ്ക് എന്നാ. ഇത് ഇൻബിൽറ്റ് സ്റ്റോറേജ് ആണല്ലേ? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അത്യാവശ്യം കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. തടവി കൊടുക്കാൻ. അത് ശരി, ബാക്കിയുള്ള ഇവിടെ എല്ലാം തീ തൊട്ട് അണച്ചു നടക്കാൻ നേരത്ത് നിങ്ങൾ ഇവിടെ കിടന്നു എല്ലാം പറഞ്ഞോണ്ടിരിക്കുവാണോ? ഇതാണെന്ന് മനസ്സിലായില്ലേ? ഗണപതി. അത് ശരി, ഭഗവാൻ ഇവിടെ നേരിട്ട് വന്നിട്ടാണോ തീ അടയ്ക്കാൻ വേണ്ടി ഫയർഫോഴ്സിൽ നിന്ന് ഞങ്ങളെ വിളിച്ചു വരുത്തിയത്?
ഫോട്ടോയിലൊക്കെ കാണുന്നല്ലോ അതെ, അതെ. കുറച്ച് മെലിഞ്ഞിട്ടുണ്ട് അതെ, അത് അതാണ് ഉറങ്ങിപ്പോയി. എനിക്ക് അങ്ങ് ആ പിടികിട്ടാതിരുന്നത്. തുമ്പിക്കൈയൊന്നും ഇല്ലല്ലേ നിങ്ങൾ സിനിമയൊന്നും കാണാറില്ല അല്ലേ? സിനിമ ഞങ്ങൾ കാണത്തില്ല. പിന്നെ സിനിമ കാണും. സിനിമ പണ്ടെങ്ങാണ്ട് എന്റെ ഇവൻ കുഞ്ഞായിരുന്നു, പണ്ടെങ്ങാണ്ട് ഞാൻ ഒരു സിനിമ കണ്ടു, അതോടുകൂടി ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. അതേതാണോ സിനിമ? അഗ്നിദേവൻ. നമ്മുടെ തീയുമായിട്ട് ബന്ധപ്പെട്ട സിനിമയെ കാണും. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊരു സിനിമ ഉണ്ടായിരുന്നു. അയ്യോ മമ്മൂട്ടിയുടെ ഫയർമാൻ ആയിരിക്കും. ആ ഫയർമാൻ. അതെ 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 അതെ. കൊച്ചു സീരിയലൊന്നും ഇല്ലാത്തോണ്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല. സീരിയലൊക്കെ കാണാറുണ്ടോ? സീരിയൽ പണ്ട് കാണുമായിരുന്നു. ഏതാ? അതായിരുന്നോ? ജ്വാലയാ. അതും തീ തന്നെ. അപ്പൊ ഞാൻ തീയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സിനിമ ചെയ്യുമ്പോ അതെ, പറയാം. ഇത് സിനിമാ നടൻ ഗണപതിയാണ്. പുള്ളി തീയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അറിയിച്ചേക്കാം. അല്ല നിങ്ങളെ ഇവിടെ ഇപ്പൊ നിങ്ങളെല്ലാം ഓക്കെ ആയിരുന്നോ അതോ എന്തെങ്കിലും സാഹസികമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടി വന്നോ? സാഹസികമായിട്ട് വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല, പക്ഷെ ഞങ്ങൾ സാഹസികമായിട്ട് പിന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഉണ്ടല്ലേ? കേൾക്കാൻ വലിയ ഒന്ന് താല്പര്യമുണ്ട്. അറിയാൻ വേണ്ടി എന്തേലും ഒന്ന് അത് അറിയിക്കുന്നതിന് മുമ്പ് നീ ആ വെള്ളം കൊണ്ടവിടെ തീ അണക്കിന് തീർന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കൊണ്ടൊഴിക്കാം അവിടെ. ഇത് വെള്ളമല്ല, പിന്നെ അപ്പുറത്ത് അന്നദാനം നടക്കുന്നു. കുറച്ച് ചോറ് മേടിച്ചോണ്ട് വന്നു. ഈ കത്തി പറ്റ ജാകാൻ നിൽക്കുമ്പോ അവൻ ചേറ് കയറ്റാച്ചിട്ടാ പോടുന്ന കോട്ടങ്കാനും. കൊച്ചേ എന്നാന്ന് പേര്? ഗണപതി. ഈ വലിക്കുന്നിട മറന്നു, അതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾ പത്തനംതിട്ടയിൽ ഇതുപോലൊരു സംഭവം വലിയ സാഹസികമായിട്ട് ചെയ്തായിരുന്നു. അപ്പൊ പത്തനംതിട്ട കിണറ്റിനകത്ത് ഒരു ആട് പോയെന്നും പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അന്നേരം തന്നെ ഭയങ്കര സ്പീഡുള്ള ഈ മനുഷ്യനുമായിട്ട് ഞാൻ ഫയർ എഞ്ചിൻ വെച്ചലക്കി അവിടെ ചെന്നപ്പോ സംഭവം എന്നാ, ആട് അതിനകത്ത് കിടക്കുക, അതിന്റെ ഓക്സിജൻ കിട്ടുന്നില്ല. ഓക്സിജൻ എങ്ങനെ കിട്ടും? നിങ്ങൾ നിന്ന് ഈ വലിയുള്ള ഓക്സിജൻ ഒക്കെ എടുത്ത് അതിനെങ്ങനെ ഓക്സിജൻ കിട്ടാന്? അന്നേരം തന്നെ ഫയർ എഞ്ചിനകത്ത് ആ വെള്ളം മുഴുവൻ ആ കിണറിനകത്ത് മൊത്തം അടിച്ചങ്ങ് നിറച്ച്, എന്നിട്ട് ആ ആട് പതുക്കെ പൊങ്ങി വന്നപ്പോ കൈകൊണ്ടെടുത്ത് അങ്ങ് മാറ്റി നിർത്തി. അതാ ഞാൻ. അതെങ്ങനെ ചേട്ടാ? അതിനകത്ത് വെള്ളമൊക്കെ അടിച്ചേറ്റ് ആട് ചത്തു പോകത്തില്ലേ പിന്നെ? പിന്നെ പണ്ടെങ്ങാണ്ട് ഒരു കാക്കയ്ക്ക് കെട്ടിങ്കര ഇരുന്ന കുടത്തിനകത്ത് കല്ലിട്ട് വെള്ളം കുടിക്കാമെങ്കിലാണോ ഈ ആടിനെ അടുത്ത് എനിക്ക് മാറ്റാൻ മേലാത്ത ബുദ്ധിയായിരിക്കും. ഇതുപോലെ വേറെ രസകരമായ സാഹസികമായ കഥകൾ വേറെ ഉണ്ടോ? അതായത് എനിക്ക് കഴിഞ്ഞ മാസം ഒരു മാസക്കാലം എനിക്ക് സസ്പെൻഷൻ കിട്ടിയായിരുന്നു. സസ്പെൻഷൻ? അതെ 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 അതെ. അല്ല നിങ്ങൾക്ക് അപ്പൊ ഇതിന്റെ ഈ തിരക്കിന്റെ ഇടയിൽ നിങ്ങൾക്ക് ലീവൊക്കെ കിട്ടാറുണ്ടോ? ഇല്ല, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സസ്പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ലീവിന്റെ ആവശ്യമില്ലല്ലോ. അല്ല നിങ്ങൾക്ക് ഈ എന്നും ഈ തീ അണയ്ക്കുന്ന പരിപാടി ഉണ്ടോ അതോ വേറെ എന്തെങ്കിലും? പടത്തിന്റെ ഓർക്കുണ്ട്. സിനിമയൊക്കെ അഭിനയിക്കോ? സിനിമയിൽ അഭിനയിക്കാനല്ല, ഞങ്ങളുടെ മഴയ്ക്ക് മഴയുടെ സീക്വൻസ് മുഴുവനും ചെല്ലും, ഓർത്തെടുത്ത് അങ്ങോട്ട് പിടിക്കും, മൊത്തം നനച്ച് ഒരു പരിപാടി. ഈയിടെയായിട്ട് ഇപ്പൊ വർക്ക് ഇല്ല ഞങ്ങൾക്ക്. ശരിയാ, ഇപ്പൊ ഇങ്ങനെ മഴയത്ത് നനഞ്ഞുകൊണ്ടുള്ള പാട്ടൊന്നും ഇല്ല അല്ലേ? മഴയത്ത് നനഞ്ഞുകൊണ്ടുള്ള പാട്ടില്ലാത്തോണ്ടല്ല കൊച്ചേ, ഇവനൊരു കുർത്തക്കേട് കാണിച്ച്. കഴിഞ്ഞ ഇടയ്ക്ക് ഈ ജോഷി സാർ മോഹൻലാലും തമ്മിലൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പൂജയ്ക്ക് ഈ നാളികേരത്തിന്റെ മേലിൽ കർപ്പൂരം വെച്ച് കത്തിക്കാൻ തുടങ്ങി ഇവൻ ചെന്ന് ഊതിക്കെടുത്തി. ഈ എവിടെ കണ്ടാലും ഞാൻ ഊതി കണക്കും. എന്റെ അമ്മ അച്ഛനും എന്റെ കൂടില്ല. കാര്യം എന്താ വെച്ചാൽ ആ പാവം തള്ള എവിടെ എനിക്കാലും ചില അരിയും മേടിച്ചോ വന്ന് കഞ്ഞിക്കല്ലത്തിനകത്ത് വെച്ച് തീ കത്തിക്കാൻ നേരത്തെ ബക്കറ്റിനകത്ത് വെള്ളം കോരി ഒഴിക്കും. അവരിപ്പോ വൃദ്ധസ്ഥാനത്തിൽ കിടക്കണം, അല്ലെങ്കിൽ എനിക്ക് ഡിപ്പാർട്ട്മെന്റ് ഇത് നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ് തീക്കടയിൽ അങ്ങോട്ട് പെട്ട് കരിഞ്ഞു വന്ന് നിൽക്കുവായിരുന്നു. ഫയർഫോഴ്സിന്റെ ആൾക്കാരാണോ? അതെ അതെ. പക്ഷെ ഒരു സജഷൻ പറയാട്ടോ കേട്ടോ, അപേക്ഷയാ. അതെ, നിങ്ങൾ ആണുങ്ങളല്ലാതെ പെണ്ണുങ്ങളെ കൂടി ഇതിനകത്ത് പങ്കെടുപ്പിക്കും. നല്ല ഇല്ല ഇല്ല ഇല്ല, ഫയർഫോഴ്സ് സ്ത്രീകളെ നമ്മൾ എടുക്കാറില്ല. അതെ, തീ പിടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെ ചെന്ന് നിന്നാ പിന്നെ ആൾക്കാർ തീ അണക്കാതെ ഈ പെണ്ണുങ്ങളെ വായി നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്ത്രീകളെ എടുക്കാറില്ല. അല്ല, ഞാൻ പറഞ്ഞ പറ്റൊന്നുമല്ല, ഈ തീ കത്തുമ്പോൾ നിൽക്കുന്ന ചില ആൾക്കാരുടെ ഉള്ളിൽ ചില തീയില്ലേ, അത് കെടുത്താൻ ഇവരെ പോലെയുള്ള ആൾക്കാർ വേണം. തീ ഞാൻ കെടുത്ത് മേഡം, ഒരാൾ സ്റ്റീൻ ബാത്തിനും അവിടെ ഇരിക്കുന്നത്, എന്ത് ചെയ്യണം? അത് പുഴുങ്ങി റെഡി ആകുമ്പോ തുറന്നു വിട്ടേക്ക്. കിഴങ്ങല്ല ഇരിക്കുന്നത്, ആളായിരിക്കുന്നത്. എന്തേലും ചെയ്യപ്പോ സാറേ, അതിനകത്തുനിന്ന് പുക വരുന്നു. അത് സ്റ്റീം ബാത്തിന് ആളെ കയറ്റിയിരുത്തിയിരിക്കുന്നതാണ്. അത് പോയി അണക്കി ഒന്നും ചെയ്യരുത്. കാര്യം പുകയും തീ എവിടെ കണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ അന്നേരം വെടിയും പോകാം സർവീസ് ആളൊരാൾ സിഗരറ്റ് ഒരു ഓടി ചെല്ലും. ഗണപതി, ഈ അഭിനയം അല്ലാതെ വാട്ട് ഇസ് ലൈക്ക് എന്താ ചെയ്യുന്നേ? ഞാൻ ഡിഗ്രി BA പൊളിറ്റിക്കൽ സയൻസ്. ഞാൻ കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയാണ്. പയ്യന്നൂർ കോളേജിലാണ്. പയ്യന്നൂർ കോളേജിലെ വരാന്തയിലൂടെ നടന്ന് പഠിക്കുന്ന കുട്ടിയാണ്. പഴയ കാറ്റൊന്നും ഇല്ല ഇപ്പൊ. അപ്പൊ ഞാൻ അവിടെയാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പം PG ചേരാൻ പോവാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അങ്ങനെ എന്തെങ്കിലും. സിനിമ തന്നെയാണ് അതിനുള്ള ഫോക്കസ്. അതെ, കൂടാതെ ലൈക്ക് എക്സ്ട്രാ പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ചില്ല് ചെയ്യുക. ഫുട്ബോൾ ഭയങ്കര ഇഷ്ടമാണ്. കളിക്കാനും
കാണാനും വളരെ ഇഷ്ടമുള്ളതാണ്, വളരെ ഫോളോ ചെയ്യുന്നൊരു സ്പോട്ടാണ്. ഈ പയ്യന്നൂർ കോളേജിലെ വരാന്തയിലൂടെ തട്ടത്തിൻ മറയത്തെ സുന്ദരികളെ ഒന്നും ഇതുവരെ കിട്ടിയില്ല? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ പഴയ കാറ്റൊന്നും വീശണില്ല. ഞാൻ അവിടെ തന്നെ എല്ലാരും കൂടെ മാവേലിന്നാ വിളിക്കാറ്. വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും അല്ലേ കോളേജിന്റെ വരാന്തയൊക്കെ. അതെ, പരീക്ഷ അടക്കുമ്പോൾ ഞാൻ ഇവിടെ ഹണി ബി 2 അടിപൊളി. അപ്പൊ അങ്ങനെ ലൈക്ക് കോളേജ് ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ അതൊരു സങ്കടമുണ്ട്. പക്ഷെ +2 വരെയൊക്കെ നന്നായിട്ട് രീതിയിൽ അടിച്ചു പൊളിച്ചാണ്. പക്ഷെ എന്നാലും ക്ലാസ് അല്ല, അവിടെ അടിച്ചു പൊളിക്കാൻ പറ്റാത്ത. പക്ഷെ ആ അടിച്ചുപൊളിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ. കോളേജ് ബേസ്ഡ് മൂവീസ് ഒക്കെ എത്രയോ ചെയ്യുന്നുണ്ട് അല്ലെ. കോമഡി നന്നായിട്ട് ചെയ്യും, സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യും. അതല്ല ഭയങ്കര ജോളി ഒരു ഫ്രണ്ട്ഷിപ്പ് ബഡ്ഡി ടൈപ്പ് റോൾസും ചെയ്യും. ഏതാണ് താങ്കൾക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള എന്ത് ടൈപ്പ് ക്യാരക്ടറാണ്? അങ്ങനെ ഒരു കംഫർട്ടബിൾ സോൺ ഞാൻ കണ്ടെത്തിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ലൈക്ക് എല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ഡാർക്ക് ത്രില്ലേഴ്സ് പോലത്തെ ഒരു സംഭവം ചിരിത്താ കൊള്ളാതെ ആഗ്രഹമുണ്ട്. ഡ്രീം റോൾസ് ഓക്കെ. അപ്പൊ അതൊക്കെ ഉടനെ സാധിക്കട്ടെ അല്ലെ. ഈ കാക്കയിൽ എനിക്ക് ചെറിയൊരു സംശയമൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്, യങ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ കൂടെയും വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് അയ്യോ ഇവരുടെ സെറ്റിൽ പോകുമ്പോൾ ഇങ്ങനെയാണ്, അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര ജോളിയാണ്, അതോ നമ്മൾ എല്ലായിടത്തും ഒരുപോലെയാണോ? എനിക്ക് ലൈക്ക് രഞ്ജിത്ത് സാറിൻ്റെ കൂടെ സത്യൻ സാറ്, ജിത്തു ജോസഫ് സാർ, അങ്ങനെ ഒരു സീനിയേഴ്സും അതുപോലെ തന്നെ യങ് ജീൻ ചേട്ടൻ, ഒമർ ലുല്ലു, അങ്ങനെ അങ്ങനെ കുറെ ചെറുപ്പക്കാരോടും ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ജീൻ ചേട്ടൻ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം. അതിപ്പോ ഭയങ്കര ഫുൾ ഫ്രീഡം, ഭയങ്കര ജോളി അങ്ങനെ ആയിരിക്കും. മറ്റേത് കുറച്ച് നമ്മൾ സീരിയസും കുറച്ച് റിസർവ്ഡ് ആയിരിക്കും. പക്ഷെ എല്ലായിടത്തും ഞാൻ തന്നെയാണ്. എവിടെയായിരുന്നു? തിരക്കായിരുന്നോ? അതെ, തിരക്കല്ല. ആക്ച്വലി നേരത്തെ ബേബിച്ചൻ ഇവിടെ ഉണ്ടായിരുന്നോണ്ട് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. സുഖല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ചെറുതിലേ മുതൽ കാണുന്നോണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ സിനിമയിലേക്ക് വരാനായിട്ടുള്ള എളുപ്പ വഴി എന്താന്നൊന്ന് പറഞ്ഞു തരാവോ? എളുപ്പ വഴി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒറ്റപ്പാലത്താണ് ഷൂട്ടെങ്കിൽ പാലക്കാട് നമുക്ക് ഇറങ്ങിയിട്ട് നേരെ പോവാം. അല്ലെങ്കിൽ തൃശ്ശൂർ വഴിയാണ് നമുക്ക് ഷൊർണൂർ വഴി കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വരിക. അതല്ല ഞാൻ ചോദിച്ചത്. പിന്നെ ഈ അഭിനയിക്കാനൊക്കെ. അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ നാൾ മുന്നേ ഒരു ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരാളെയൊക്കെ ഇങ്ങനെ നമ്മൾ റെഫർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പൊ മുൻ പരിചയം ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുവരുത്തണ്ടേ. അപ്പൊ എനിക്ക് എന്റെ മുമ്പിലൊന്ന് അഭിനയിച്ച് കാണിക്കാവോ? ഇപ്പോ പിന്നെ ഇവിടെ വെച്ചിട്ട് ജെനി ചെയ്യണം. ബിക്കോസ് പുള്ളി റെഫർ ചെയ്യുമ്പോ അത് പിന്നെ പുള്ളിനെ ആൾക്കാർ ചോദ്യം ചെയ്യരുതല്ലോ, ഇങ്ങനെ ഒരു സാധനത്തിനാണോ ഇവിടെ കൊണ്ട് ഇറക്കിയെന്ന്. അതുകൊണ്ട് ഒരു ഡെമോ കാണിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും, സേഫ്റ്റിക്ക് വേണ്ടി. എന്താ ഇപ്പൊ ചെയ്യാം നമുക്ക്? ഞാൻ പറയാം. നമ്മുടെ ബാഹുബലിയിൽ ഒരു കിഡ്ലൻ സീൻ ഉണ്ടല്ലോ, ബാഹുബലിയും ദേവസേനയും കൂടെ അമ്പും വില്ലും ഒക്കെ പിടിച്ച അടിപൊളിയായിരിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്താൽ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഈ അമ്പ് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ ഇനി അവിടെ നമ്പെടുത്ത് എന്നിട്ട് മോനെ ദേ ആ ബേബിച്ചന്റെ നെഞ്ചത്തേക്ക് തന്നെ വെച്ചു. അങ്ങനെ നെഞ്ചത്ത് തന്നെ വേണം. അങ്ങനെ എനിക്കൊന്ന് രക്ഷപ്പെടാമല്ലോ. അയ്യോ ശരിക്കും ബേബിച്ചനായിരുന്നല്ലേ? എന്താ ബേബിച്ച? ബേബിച്ച എന്ത് ബേബിച്ച? എന്താ ഉദ്ദേശം? അതെ, ഈ കൊച്ചിനൊരു ടീഷർട്ട് നമ്മുടെ കടയിൽ നിന്ന് വേണം എന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ വന്നിട്ടേ ഈ ഇങ്ങനെ അളവെടുക്കാൻ വേണ്ടിട്ട്. ആണുങ്ങൾക്ക് വേണ്ട ടീഷർട്ട് ആണുങ്ങൾ എടുത്തു കൊടുക്കാം, ഞങ്ങൾക്ക് അതിന്റെ കറക്റ്റ് മെഷർമെന്റ് അറിയത്തുള്ളൂ. അയ്യോ അല്ല, അത് വെറുതെ തെറ്റിദ്ധാരണയാണ്. ഈ പറഞ്ഞ പോലെ നല്ല ഷർട്ടൊക്കെ ഇട്ട് വന്ന് നിൽക്കുമ്പോ ഒരു പെങ്കൊച്ചായി എനിക്ക് നന്നായിട്ട് അത് ജഡ്ജ് ചെയ്യാൻ പറ്റും. എന്താന്ന് നിന്റെ മനസ്സിലിരിപ്പ്? എന്താ സംഭവം? എന്താ സത്യം പറഞ്ഞ ഹണിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അല്ല? അതെ എനിക്കറിയാവടി,
നീ ഈ കൊച്ചാമ്പിള്ളേരെ കാണുമ്പോ ഇങ്ങനെ വന്നേച്ച് അമ്പും വില്ലും ഒക്കെ വിട്ട് നിൽക്കുന്ന കാണുമ്പോഴേ എനിക്കറിയാം. എനിക്ക് സ്വല്പം പ്രായമായിപ്പോയി. എനിക്ക് അങ്ങനെയുള്ള വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനാണ് ഈ പള്ളിയിൽ അച്ഛൻ പറഞ്ഞപ്പോ സമ്മതാന്ന് പറഞ്ഞ എന്നാത്തിനാടി നീ? അല്ല ബേബിച്ച ചുമ്മാ എന്നെ ഇങ്ങനെ സംശയിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരു സിനിമയിൽ അഭിനയിക്കുന്നൊന്നും ഇത്ര വലിയ തെറ്റൊന്നല്ല. നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹം തോന്നിയത്? ഈ ചെറുക്കം വന്നപ്പോഴേ അവന് ആഗ്രഹം തോന്നിയത്? ചുമ്മാ എന്നെ ഇങ്ങനെ സംശയിക്കരുത്. ഞാൻ അന്നേ പറഞ്ഞത് എനിക്ക് നിങ്ങളെ കെട്ടാൻ ഒട്ടും താല്പര്യമില്ല. നിങ്ങൾ എന്റെ കാലിൽ കയറി ചവിട്ടിയോണ്ട് നീ അച്ഛൻ പറഞ്ഞപ്പോ നീ സമ്മതം പറഞ്ഞ എന്നാത്തിനാടി? പറഞ്ഞില്ലേ നിങ്ങൾ എന്റെ കാലിൽ കയറി ചെറുപ്പക്കാരി പിള്ളേരെ കാണുമ്പോ നിനക്ക് ഇച്ചിരി ഇളക്കമുള്ളതാണ്. ഞാൻ പല പ്രാവശ്യം എന്റെ കുടുംബക്കാരത്തെ കയറി ഇടപെടരുത് കേട്ടോ. വിധവയായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് അത് പറയാനുള്ള യോഗ്യതയില്ല. സിനിമയിൽ അഭിനയിക്കുന്നതിന് ഇപ്പൊ എന്താ തെറ്റ്? തന്നല്ലേ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ലാതെയാണ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചത്. എനിക്ക് എന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞേക്കാം. ഒന്നും പറയണ്ട. ഡൈവോഴ്സ്, ഡൈവോഴ്സ്. എനിക്ക് നിന്നോട് ജീവിക്കണ്ട. ഇത്ര പെട്ടെന്നോ? ഇത്ര പെട്ടെന്ന് തമാശ കളിക്കല്ലേ? മിണ്ടരുത് നീ. ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന് കുടുംബം കളിക്കാൻ നിനക്ക് മതിയായല്ലോ അല്ലടാ? അല്ല ആ ചേച്ചി അങ്ങനെ നിക്കാൻ പറഞ്ഞു നിന്നോളൂ. ആ ചേച്ചി അങ്ങനെ നിൽക്കാൻ പറഞ്ഞു നീ നിന്നു കൊടുക്കുവാണോ? ഗസ്റ്റ് കാണിക്കൽ മര്യാദ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഡൈവോഴ്സ്. ഒരു ഗസ്റ്റ് ആയിട്ട് വന്ന് കുടുംബം കളിക്കാൻ നിനക്ക് മതിയായല്ലോ അല്ലടാ? അല്ല ആ ചേച്ചി അങ്ങനെ നിക്കാൻ പറഞ്ഞു നിന്നോളൂ. ആ ചേച്ചി അങ്ങനെ നിൽക്കാൻ പറഞ്ഞു നീ നിന്നു കൊടുക്കുവാണോ? ഗസ്റ്റ് കാണിക്കൽ മര്യാദ. എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഡൈവോഴ്സ്. ഡൈവോഴ്സ്. നിന്റെ കൂടെ ഇനി ഞാൻ ജീവിക്കാൻ തയ്യാറല്ലടി. പറഞ്ഞ വാക്ക് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. സൂക്ഷിച്ച് സംസാരിക്കണം. തിരിച്ചടിക്കുകയല്ല, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഡൈവോഴ്സ്. ഉറപ്പല്ലേ? ഉറപ്പാണ്. പാപ്പച്ചാ വിളിച്ചോ? പോവാ, രജിസ്റ്റർ റെഡിയാണ്. കൊണ്ടുപോടാ, കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യടാ. എനിക്കിനി അവളുടെ കൂടെ ജീവിക്കണ്ട. അല്ല ഞാൻ പറയുന്നൊന്ന് മണികണ്ഠ മനസ്സിലാക്ക്. മണികണ്ഠ ആ ഗണപതി ഒന്ന് മനസ്സിലാക്ക്. ഏത് ചെറുപ്പക്കാരെ കണ്ടാലും അന്നേരം വിളിച്ച് ആടി വീടുവായി. അല്ല ചേട്ടാ അങ്ങനെയൊന്നും അല്ല ചേ. ഞാൻ വന്നൊരു ഗസ്റ്റായി വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ അടി. എന്തായാലും എനിക്ക് നിങ്ങളുടെ ഈ സന്തോഷവും പഴക്കവും ഇണക്കെ കാണാനല്ലേ ഞാൻ വന്നത്. ഈ പ്രാവശ്യത്തെ ക്ഷമിക്ക്. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, ഇതുപോലെ റൈറ്റ് ഇനി നിങ്ങൾക്ക് കിട്ടൂല. പോയാ പോയി. ലോട്ടറിയാണ്. അതൊക്കെ കറക്റ്റ്. ഇതേപോലത്തെ ഐറ്റത്തിന് എനിക്ക് കിട്ടിയല്ല. എങ്കിലും എനിക്ക് അപ്പൊ ഇനി ഡൈവേഴ്സും ഇല്ല രജിസ്റ്ററും ഇല്ല. നിങ്ങൾ നമ്മുടെ കൈ അതല്ല എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ടേ? നീ വന്നേ. സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഞാൻ സ്വന്തമായിട്ട് കാശ് മുടക്കി ഒരു പടം പിടിച്ചിട്ട് നീ നായികയും ഞാൻ നായകൻ. അത് വേണ്ട. ഇത് നായകൻ ഞാൻ നായിക. എന്നിട്ട് വെള്ളി ആ ചെറുപ്പക്കാരുടെ അടുത്തുള്ള അടുപ്പം അങ്ങോട്ട് മാറിപ്പോകുന്നില്ല. അല്ല ജീവിതത്തിലോ കിട്ടിയില്ല, ഇപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയെങ്കിലല്ലേ. ഉറങ്ങി കിടന്ന ആളെ വിളിച്ചിട്ട് അത്താഴമില്ല എന്ന് പറഞ്ഞ പരിപാടിയായി പോയിട്ട്. ചേട്ടാ പോയി ചായ അടിക്കും. ഇവിടെ ഒരു പെണ്ണ് വിളിച്ചാ ഉടനെ ചാടി അടിച്ച് ഇങ്ങ് പോരുവാണോ നീ? ഞാൻ ചുമ്മാ ഒന്നുമല്ലോ, എന്നെ വിളിച്ചിട്ടാ വന്നത്. ഇനി വിളിച്ചാൽ വരൂല്ലോ. അല്ല ഞാനൊരു പ്രത്യേക സാഹചര്യത്തിൽ പാപ്പച്ചന്റെ മുഖമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അതേലും നിനക്ക് ലാഭിക്കാവില്ലോടാ. പറയാൻ പറ്റില്ല, സാഹചര്യമൊക്കെ ഇനി ഉണ്ടാവും. ഏതായാലും മണികണ്ഠൻ പറഞ്ഞുകൊണ്ട് മണികണ്ഠനല്ല ഗണപതി. ഗണപതി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കോംപ്രമൈസിലേക്ക് എത്തുന്നു. ആയിക്കോട്ടെ, സന്തോഷം. അങ്ങനെയെങ്കിൽ നമുക്ക് ആ ബാഹുബലി ഇനി ഒന്നോടെ ചെയ്യാം. വേണ്ട, നിനക്ക് അമ്പും വില്ലുമായിട്ട് നിന്നാ പോരെ. ഞാൻ നിൽക്കാം. ഇതല്ലേ നീ ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഞാനില്ല, ഇവിടെ പോ. ഇത് ബാഹുബലിക്ക് ടൈറ്റാനിക്കിൽ ഉണ്ടായ പോലെ ഉണ്ട്. എന്നാ പിന്നെ ഓക്കെ. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മോളിൽ കാണാൻ പറ്റിയത് നിങ്ങളുടെ ഇണക്കവും പിണക്കവും സന്തോഷവും വഴക്കും ഒക്കെ എൻജോയ് ചെയ്യാൻ വന്നാണ്. എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ സ്ഥിരം ആണ്. ഞങ്ങളുടെ ഈ ഒരു മോളിന്റെ പ്രത്യേകത തന്നെ ഈ വഴക്കും അടിയും ബഹളവും ഇതൊക്കെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഗണപതി ഇന്നിവിടെ വന്നതിലും ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം ചെലവഴിച്ചതിലും ഞങ്ങളുടെ വഴക്കിലും ബഹളത്തിലും ഒക്കെ കൂട്ടുനിന്നതിനും എല്ലാം കോംപ്രമൈസ് ചെയ്ത് തന്നതിനും ഓ ഒരടുത്ത് നിർത്താൻ പറ്റിയല്ലേ ഇവിടെ? ആണ് അങ്ങോട്ട് പോയി ഇങ്ങനെ നിക്ക നീ. ഗണപതി, താങ്കളെ കുറിച്ച് ഒരു അപവാദം ഈ മോളിലൊക്കെ പരക്കെയുണ്ട്. അയ്യോ, എന്താണ്? താങ്കൾ പാട്ടുപാടും എന്നൊരു അപവാദമുണ്ട്. അതൊരു അപവാദം. അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അത് ഡിക്ലെയർ ചെയ്യണം. അത് തെളിയിക്കാനുള്ള സുവർണ അവസരം. ഒരു രണ്ടുപേര് ഞങ്ങൾക്ക് വേണ്ടി. ഈ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും ഓർമ്മകളിൽ പീലി നീർത്തി ഓടിയെത്തുമ്പോൾ
പ്രണയിനി നിൻ സ്മൃതികളിൽ പുഴയും സന്ധ്യകളും നീലമിഴിതളുകളും പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കൊതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്ത് ചൊല്ലി അറിയുമോ? അത്രേ ഉള്ളൂ, മതി. അപ്പൊ ഗണപതി ഇനിയും ഞങ്ങളുടെ ഈ മോളിലേക്ക് വരണം. തീർച്ചയായിട്ടും. ഭാവിയിലെ എല്ലാ പ്രോജക്ട്സിനും ഓൾ ദി വെരി ബെസ്റ്റ്. എന്തായാലും ഞങ്ങൾക്ക് വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഗസ്റ്റ് നീ ആയതുകൊണ്ട് നിനക്ക് വേണ്ടി എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ദേ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സുനിലേട്ടൻ. അതിങ്ങോട്ട് എടുത്താലോ? തീർച്ചയായിട്ടും. സുനിലേട്ടൻ റെഡി? ഗണപതായ നമഃ. ഗണപതിയായ നമഃ. തമാശ ബസാറിലേക്ക് സ്വാഗതം പ്രഭോ. ഒറ്റയ്ക്ക് ഗണപതി ധനക്ക പുതുമല ഗണപതി ധനക്ക സിമനട ഗണപതി ധനക്ക ധനക്ക തകുകു തക കോട്ടയ്ക്ക് ഗണപതി തകുകു തകുകു തക പുതുമല ഗണപതി തകുകു തകുകു സിമനട ഗണപതി ധനക്ക ധനക്ക താളം കയ്യിലെ താളം താളം വലിയല്ലേ താളം കയ്യിലെ താളം താളം വലിയല്ലേ